എല്ലാവർക്കും കളേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സ്വരാജ് മസ്ത ലിമിറ്റഡിൻ്റെ ഹിറോയ് എന്ന മോഡൽ ചേസിൽ നിർമ്മിച്ച ബസ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പൂർണ്ണമായും നിർമ്മിച്ച ബസ്സായിട്ടും ചേസസ് മാത്രമായിട്ടും SML ഇസ്യൂസ് ഹിറോയ് അവൈലബിൾ ആണ്. SML പൂർണ്ണമായും നിർമ്മിച്ച ബസ് കേരളത്തിൽ സാധാരണ സ്കൂൾ ബസ്സായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ അടുത്തിടെയായി സർവീസ് ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും കണ്ടുവരുന്നു. കോട്ടയം ജില്ലയിൽ മണിപ്പുഴയിൽ പ്രവർത്തിക്കുന്ന എറിക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് SML ഇസ്യൂസിൻ്റെ ഏറ്റവും അടുത്ത സർവീസ് സെൻറ്റർ. അവിടുന്ന് തന്നെയാണ് ഈ ചേസ് വാങ്ങിയത്. കേരളത്തിലെ പ്രമുഖ ബോഡി നിർമ്മാതാക്കളായ കൊണ്ടോടി ഓട്ടോഗ്രാഫിലാണ് ഇതിൻ്റെയും ബോഡി നിർമ്മാണം നടത്തിയത്. നിരവധി ബസ്സുകളാണ് കൊണ്ടോടി ഓട്ടോഗ്രാഫിൽ നിന്നും ഓരോ ദിവസവും നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഹിറോയ് എന്ന് തന്നെയാണ് ഇതിൻ്റെ മോഡൽ നെയിം. BS6 എമിഷൻ മാനദണ്ഡത്തിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 115 HP ആണ് പവർ. 3455 cc. 2 മോഡുകളാണ് ഇതിനുള്ളത്, പവർ മോഡ്, എക്കോ മോഡ്. വീൽ ബേസ് വരുന്നത് 5300 mm. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി 180 ലിറ്റർ. ആഡ് ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി 16 ലിറ്റർ. ഗിയർ വരുന്നത് 6+1. മൈലേജ് പറയുന്നത് 5 മുതൽ 6 കിലോമീറ്റർ വരെ. ബോഡി ലെങ്ത് 10.5 മീറ്റർ. ടയർ സൈസ് 235, 76, 17.5. ഈ ബസ്സിൻ്റെ എൻജിൻ്റെ ഡീറ്റെയിൽസ്, ബോഡി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. CRDE ടർബോ ഇൻ്റർകൂളറോടുകൂടി 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളി എയർ അസിസ്റ്റഡ് ABS ബ്രേക്കാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം. ചങ്ങനാശ്ശേരിയിലെ പ്രമുഖ ബസ് ഓപ്പറേറ്റർമാരിൽ ഒരാളായ ജോസുകുട്ടി മുളകപ്പാടം ആണ് SML ഇസ്യൂസ് ഹിറോയ് എന്ന മോഡൽ കോട്ടയം ജില്ലയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. SMLൻ്റെ ഒരു ബസ് കൂടാതെ അശോക് ലൈലാൻഡിൻ്റെ ചേസിൽ 4 ബസ്സുകൾ കൂടി ഇവർക്ക് ഉണ്ട്. ഇന്ധനക്ഷമതയാണ് ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സുഖകരമായ യാത്രയും ഈ ബസ് നൽകുന്നു. SML ഹിറോയ്ക്ക് മെയിൻ്റനൻസ് കുറവാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഓപ്പറേറ്റർ SML ഹിറോയിലേക്ക് മാറി ചിന്തിക്കാനും കാരണം. മറ്റു ബസ്സുകളെപ്പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ഹെഡ്ലൈറ്റ് ബൾബുകൾ വരുന്നു. വൺ സൈഡിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫോഗ് ലാമ്പ് ഉണ്ട്, റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. 10.5 മീറ്റർ ആണ് ഈ ബസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്. യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി ബോക്സ് വരുന്നത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലായിട്ടാണ് ബാറ്ററി ബോക്സ് വരുന്നത്. സൈഡിൽ രണ്ടും SMLൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ റൂട്ട് കൊടുത്തിട്ടുണ്ട്. മുളകപ്പാടം എന്നാണ് ഇവരുടെ കുടുംബ പേര്. അത് ബസ്സിൻ്റെ സൈഡിൽ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. രണ്ട് സ്റ്റെപ്പുകളാണ് ഇതിൻ്റെ ഫുട്ബോർഡിൽ വന്നിരിക്കുന്നത്.
ഡോറിനോട് ചേർന്ന് എമർജൻസി സ്വിച്ചും കാണാൻ സാധിക്കുന്നതാണ്. ബാക്കിൽ വരുമ്പം ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. സൈഡിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇസ്യൂസിൻ്റെ ഒരു ലോഗോ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. മുളകുപാടം എന്നുള്ള അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. എമർജൻസി ഡോറാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിൽ ഏറ്റവും പുറകിലായിട്ട് എമർജൻസി ഡോർ വരുന്നു. ABSൻ്റെ ഒരു ലോഗോ ബാക്കിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്റ്റിക്കറുകൾ അവിടെ ഇവിടെയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഡോറിൻ്റെ സൈഡിൽ എമർജൻസി സ്വിച്ചുകളുണ്ട്. രണ്ട് സൈഡിലും SML ഇസ്യൂസിൻ്റെ ലോഗോ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ട് ബോർഡാണ്. അത്യാവശ്യം വലുപ്പമുള്ള റൂട്ട് ബോർഡാണ്. ബസ്സിൻ്റെ അകവശം 2x2 സീറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത്. 38 സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് ഇതിൽ ഉള്ളത്. സീറ്റുകൾ തമ്മിൽ നല്ല സ്പേസ് ഉള്ളത് കാരണം കാലുകൾ നീട്ടിവെക്കാനും യാത്രക്കാർക്ക് ഇറങ്ങുവാനും കയറുവാനും എളുപ്പമാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ കോമ്പിനേഷൻ സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഓണ് എന്നീ സ്വിച്ചുകൾ, പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം, റൈറ്റ് സൈഡിലായിട്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, സ്റ്റിയറിങ്ങിന് താഴെ തന്നെയാണ് മെയിൻ സ്വിച്ച് വന്നിരിക്കുന്നത്. ഇതും സ്വിച്ച് തന്നെയാണ്, പവർ സ്വിച്ച് എന്താണ്. എസ്കേപ്പ് ഹാച്ച് ആണ് ഈ കാണുന്നത്. ബസ്സിൻ്റെ നടുക്കായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എയർ വെന്റ്, ഡ്രൈവർ സീറ്റിന് നേരെ മുകളിലായിട്ടാണ് ഈ എയർ വെന്റ് വന്നിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിന് നേരെ മുകളിൽ ഫാനുണ്ട്. കൂടാതെ ഡാഷിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് റോഡ് കാണാനായിട്ട് പറ്റുന്നൊരു ക്യാമറ. ബാക്കിലും ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. റോഡ് കാണത്തക്ക രീതിയിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ക്യാമറ അകത്തോട്ട് ബസ്സിൻ്റെ അകവശം കാണുന്ന രീതിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു അലാറമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമറ വെച്ചിരിക്കുന്നു. അതും ബസ്സിനകം കാണുന്ന രീതിയിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഡ്രൈവറുടെ തൊട്ട് സൈഡിലാണ് വരുന്നത്. അവിടെ തന്നെ ഒരു ഗ്ലാസ് ബ്രേക്കറുണ്ട്. ഇത് എമർജൻസി വിൻഡോസ് ആണ് റൈറ്റ് സൈഡിൽ. ഇത് ലെഫ്റ്റ് സൈഡ് എമർജൻസി വിൻഡോ ആണ്. ഇതാണ് എക്കോ മോഡ്, പവർ മോഡ്. അതിൻ്റെ സ്വിച്ചുകളാണ് കാണുന്നത്. മീറ്റർ വരുന്നത് ഒരു മീഡിയം സൈസ് മീറ്റർ ആണ് ഇതിന് വന്നിരിക്കുന്നത്. ചെറിയ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ടിലെ റൂട്ട് ബോർഡ് ഡ്രൈവർക്ക് ഒരു ചെറിയ മറവ് വരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഡ്രൈവർ സീറ്റ് ശകലം പുറകോട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം ഡ്രൈവർക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇത് പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റമാണ്. അകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ECU യൂണിറ്റ് ആണ്. ഡോറിന്റെ സ്വിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു റെക്കോർഡർ ബോക്സ്, ടൂൾ ബോക്സ് എന്നിവയെല്ലാം ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു 3 ഗ്ലാസ് ബ്രേക്കർ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ബാക്ക് എമർജൻസി ഡോറാണ്. റൈറ്റ് സൈഡിൽ വരുന്ന എമർജൻസി ഡോർ.
4 സ്പീക്കറുകളാണ് ഈ ബസ്സിൽ വന്നിരിക്കുന്നത്. കൂടാതെ എമർജൻസി സ്വിച്ചുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് അറിയാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.